കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒരുമാറാടും രണ്ടാം മാറാടും എന്നല്ല ഉണ്ടാവുക. അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്. അതിന് പറ്റിയ സമീപനമാണ് RSSും സ്വീകരിക്കുന്നത്. ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ സാധാരണ നിലയിൽ ഒരു 2%, 3% വോട്ട് BJPക്ക് വർദ്ധിക്കും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ കണ്ട് ശതമാനം കുറയല്ലേ ചെയ്തത്, വർദ്ധിച്ചിട്ടില്ലല്ലോ. എന്നാൽ വേറൊരു പ്രതിഭാസമുണ്ട്, അത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതാണ്. ഈ 50 സീറ്റ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടിയതിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 41 എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ്. ഒരു പഞ്ചായത്തിലാണെങ്കിൽ ഹോൾസെയിലായി BJP വിഴുങ്ങി ഇവരെ. അപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ടത് സ്വാഹാമാക്കും. അതുകൂടി നമ്മുടെ കേരളം, മലയാളി ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒരുമാറാടും രണ്ടാം മാറാടും എന്നല്ല ഉണ്ടാവുക. അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്. അതിന് പറ്റിയ സമീപനമാണ് RSSും സ്വീകരിക്കുന്നത്. ഈ വെള്ളാപ്പള്ളിയും ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്നു. താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമി, ലീഗ്, ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്ന് പറഞ്ഞ് ആളുകളെ ഈ ഇത്തരത്തിൽ ഇതാക്കുന്ന എന്തിനാണ്? അതില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഇപ്പോൾ ഈ മാറാട് പോലെ ഒന്നാം മാറാടും രണ്ടാം മാറാടും നോക്കി നിന്നു. ഇവര് തലശ്ശേരി കലാപം നടക്കുന്ന സമയത്ത് നോക്കി നിന്നു. അതിനെ ശരീരം കൊടുത്തുകൊണ്ട്, ജീവൻ ബലി കൊടുത്തുകൊണ്ട് നേരിട്ട പ്രസ്ഥാനമാണ് എൻ്റെ പ്രസ്ഥാനം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമൂഹത്തെ 2 ചേരിയിലാക്കുന്നതിൽ, വർഗീയ കലാപത്തിൻ്റെ കുരുതിക്കളമാക്കി കേരളത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിനോട് യോജിപ്പില്ല. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ഗവൺമെൻറ് ഇല്ല, അതൊന്നും അതിലേക്ക് നിങ്ങൾ പോകണ്ട. പാലക്കാട് ജില്ലയിൽ തന്നെ വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായ ഘട്ടമുണ്ടായി. അത് ഇവിടെ 2 വർഗീയ പ്രസ്ഥാനങ്ങളും, 2 വെച്ചാൽ RSSും ജമാഅത്തെയും. ഇവിടെ മുസ്ലിം വർഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്തിച്ചു വികാരം. എപ്പോഴാണെന്നറിയോ? 2 സംഭവം ഇവിടെ ഉണ്ടായി. ആ സംഭവം മണത്തറിഞ്ഞു ഗവൺമെൻറ്. 2 ഭാഗത്തു നിന്നും അതിശക്തമായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിനും കലാപത്തിനും അവർ ആഗ്രഹിച്ചു. ഒരു പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതൊന്നും ഞാനിവിടെ എടുത്തു പറയുന്നില്ല. വേണ്ട, എല്ലാവർക്കും അറിയാം ഏതായിരുന്നു അവസാനം നടന്നതെന്നുള്ളത് അറിയാലോ.